ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റിയും അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ ബൈറ്റ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ ബൈറ്റ്സിനായിട്ട് ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഒരു 5 വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അതൊന്ന് ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ബട്ടർ കയ്യിലില്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഓയിൽ എടുത്താൽ മതി, വെളിച്ചെണ്ണ ഒഴിച്ചുള്ള ബാക്കി ഏതെങ്കിലും ഓയിൽ എടുത്താലും മതിയാകും. അപ്പോൾ ഈ ഒരു കളറിൽ നല്ല മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ്, അതായത് ഞാനിപ്പോൾ വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, ഒരു 3 വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്തത് അതുകൂടി ചേർത്തിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് മെഷറിംഗ് കപ്പിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്, നിങ്ങൾ ഗ്ലാസ്സിലാണെങ്കിലും കുഴപ്പമില്ല. ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ്സിലാണെങ്കിൽ അതേ ഗ്ലാസ്സിൽ അരിപ്പൊടി അളന്നെടുത്താൽ മതിയേ. അപ്പോൾ നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരിപ്പൊടി റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ അരിപ്പൊടി ഈ വെള്ളത്തിൻ്റെ നേർപകുതിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് അരിപ്പൊടിയാണ്, ഇപ്പോൾ വറുത്ത അരിപ്പൊടിയൊന്നുമല്ല, വറുക്കാത്ത അരിപ്പൊടി തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് അരിപ്പൊടിയായാലും കുഴപ്പമില്ല. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും, അതുപോലെ ചെറുതായിട്ടൊന്ന് വേവുകയും ചെയ്യും. ആ ഒരു രീതിയിൽ നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യുന്നില്ലേ, ആ ഒരു രീതിയിൽ ഇതൊന്ന് മാവാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് നേരത്തെ പുഴുങ്ങാനായിട്ട് വെച്ച 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്യാതെ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഇതിൽ വെള്ളം ഒരുപാട് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തൊലിയോട് കൂടി നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുന്നത്. നമ്മൾ കട്ട്ലൈറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ തൊലിയോട് കൂടി തന്നെ വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ നല്ല ഉടച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു അരിപ്പൊടിയുടെ മിക്സിലേക്ക് ഇത് ചേർത്തിട്ട് നല്ലപോലെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ പൊട്ടാറ്റോ ബൈറ്റ്സിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് നല്ലൊരു മാവാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഇതുപോലെ ഒന്ന് എണ്ണ തടവിയതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് പിന്നെ അതിനെ പകുതിയാക്കിയിട്ടാണ് റോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ പൊട്ടാറ്റോ ബൈറ്റ്സിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ പകുതി ഭാഗം എടുത്തിട്ട് ഒന്നും കൂടി റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല തിക്നെസ്സിൽ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒന്ന് ഹാഫായിട്ട് മാറ്റിയിട്ട് അതിൽ ആ ഒരു ബാക്കിയുള്ളത് മാറ്റിയിട്ട് ഇതിനെയാണ് ഫസ്റ്റിൽ ഫ്രൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരേ തിക്നെസ്സിൽ വരുന്ന രീതിയിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക കൈവച്ചിട്ട്. അതിന് ശേഷം നമ്മൾ ഒരേ തിക്നെസ്സായി വന്നാൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. കത്തിയിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ കത്തിയിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, ഒന്ന് സിലിണ്ടറിക്കലാക്കുക. 2 സൈഡിൽ ഇതുപോലെ ഒന്നങ്ങ് പ്രസ്സും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോന്നും ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും കുറേ മാവ് ബാക്കി ഇരിപ്പുണ്ട്, കണ്ടില്ലേ, ഇത്രയും മാവുണ്ട്. പകുതി ഭാഗം മാത്രമേ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റേത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയേക്കാൾ നല്ലത് ഏതെങ്കിലും ഓയിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ചധികം തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം കുറച്ച് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നാം. അത് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ അത് വിട്ട് മാറിക്കോളും. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നന്നായിട്ട് സമയമെടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറേ സമയം നമുക്കിത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാം. പിന്നെ എണ്ണ കുടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക.
അതുപോലെ ഞാൻ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ബൈറ്റ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്